എഫാത്ത പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഡയറക്ടേഴ്സിന് ആത്മീയ പിതാവായ ബഹുമാനപ്പെട്ട ചാണ്ടി കുരിശുമൂട്ടിലച്ച, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിനം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനും വിശുദ്ധ ഗ്രന്ഥത്തെപ്പറ്റി ചിന്തിക്കാനും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള ഈശോയുടെ വാഗ്ദാനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ വചനത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന ഈശോയുടെ വാക്കുകളാണിത്. ഇതിനെ തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെപ്പറ്റിയും എപ്രകാരമാണ് സഹായകനായ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെയും തുടർന്നുള്ള വിശ്വാസ സമൂഹത്തെയും സംരക്ഷിക്കുക എന്നും തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വചനം മനസ്സിലാക്കാൻ ഈശോ ഏത് സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വിവരിക്കുന്നത്. യോഹന്നാൻ തന്റെ അനുഭവത്തിലൂടെ സ്നേഹമായ ദൈവത്തെ തിരിച്ചറിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിലും ലേഖനത്തിലുമെല്ലാം സ്നേഹമാകുന്ന ദൈവത്തെയാണ് സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നത്. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ എന്ന നിലയിൽ ദൈവം സ്നേഹമാണെന്ന് യോഹന്നാൻ അനുഭവിച്ചറിഞ്ഞു. അതുതന്നെയാണ് യോഹന്നാൻ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ സുവിശേഷത്തിലൂടെയും ലേഖനത്തിലൂടെയും പരിശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ഈശോയുടെ വിടവാങ്ങൽ പ്രസംഗമാണെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 47 മുതലുള്ള അധ്യായങ്ങളിൽ യാക്കോബിന്റെ വിടവാങ്ങൽ പ്രസംഗം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 17 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ലീഹായുടെ വിടവാങ്ങൽ പ്രസംഗവും നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസ് ലീഹ തന്റെ 2-ാമത്തെ ലേഖനത്തിലും ഈശോയുടെ പ്രത്യാഗമനത്തെക്കുറിച്ചും തന്റെ വിടവാങ്ങലിനെ കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഈ ഓർമ്മപ്പെടുത്തലുകളെല്ലാം വിടവാങ്ങുന്ന ഒരാളുടെ മനസ്സിലെ ചിന്തകളുടെ വിശദീകരണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ മരണത്തോട് അടുക്കുമ്പോൾ അവരവസാനമായി പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കാറുണ്ട്. അവരുടെ ഓരോ വാക്കും അത് തിരിയുന്നില്ലെങ്കിൽ പോലും മനസ്സിൽ കുറിച്ചിടാനും അത് പ്രാവർത്തികമാക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കാറുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്കുള്ള ഏറ്റവും നല്ല ഉപദേശവുമായിട്ടാണ് നമ്മളൊക്കെ സ്വീകരിക്കാറുള്ളത്. വിശുദ്ധ യോഹന്നാനും ഇതേ സാക്ഷ്യമാണ് നൽകുന്നത്. ഈശോ തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന അവസരം, ഞാൻ വീണ്ടും വരും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് ശിഷ്യന്മാരെ ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഭാരനിമിത്തം വലയുന്ന എല്ലാ മനുഷ്യകുലത്തിനുമുള്ള ആശ്വാസവചനമാണിത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന മറ്റുള്ളവർ നമ്മളെ പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ളതാകാം. കുടുംബാംഗങ്ങളും വീട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിലും, നിരവധി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും, എന്റെ വേദനകളിലും സന്തോഷത്തിലുമൊക്കെ എന്റെ കൂടെ നിൽക്കാൻ ആളില്ല, ഞാൻ അനാഥനാണ്, ഒറ്റയ്ക്കാണ് എന്നുള്ള ചിന്തയാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. നമ്മുടെ ജീവിതത്തിലെ വേദനകളെയും ദുഃഖങ്ങളെയും എല്ലാം ദൈവത്തിരുമുമ്പിൽ സമർപ്പിച്ച് നമ്മൾ അനാഥരല്ല, ദൈവത്തിന്റെ മക്കളാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ തിരുവചന ഭാഗം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഈ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നൽകുന്ന ഉത്തരം നിക് വ്യൂയിച്ചിച്ച് എന്ന ആളാണ്. ഓസ്ട്രേലിയയിലെ മെൽബണിൽ ജനിച്ച ഈ വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനെന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്തും. അതിന് പ്രത്യേക കാരണമുണ്ട്. മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ജനിച്ചു. എന്നാൽ മാതാപിതാക്കളുടെയും ഡോക്ടർമാരുടെയും ഒക്കെ ദുഃഖത്തിന് കാരണമായിക്കൊണ്ടാണ്
ആ കുഞ്ഞ് ജനിച്ചത്. ജനിച്ചു വീണപ്പോൾ തന്നെ ആ കുഞ്ഞിന് ഇരു കൈകളുമില്ല, ഇരു കാലുകളുമില്ല. ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചും ഒരാശുപത്രിയിലെ ഡോക്ടർമാരെ സംബന്ധിച്ചുമൊക്കെ സന്തോഷത്തിന്റെ അവസരമാണ്. എന്നാൽ ഈ കുഞ്ഞിനെ കണ്ട് ആ മാതാപിതാക്കളുടെയും ആ ആശുപത്രിയിലെ ജീവനക്കാരുടെയും എല്ലാം സന്തോഷമില്ലാതായി. ഇവനെ എങ്ങനെ വളർത്തും എന്നുള്ള ചിന്ത മാതാപിതാക്കളുടെ മനസ്സിലുമുണ്ട്. എന്നാൽ അവൻ വളർന്നപ്പോൾ ഇരു കൈകളും കാലുകളും ഇല്ലാതിരുന്നിട്ടും അവനെ സ്കൂളിൽ അയക്കാൻ മാതാപിതാക്കൾ തയ്യാറായി. മുതിർന്ന 2 സഹോദരന്മാരും എല്ലാ സ്നേഹവും പ്രോത്സാഹനവും കൊടുത്ത് അവനെ സ്കൂളിലേക്ക് നയിച്ചു. സ്കൂളിലെത്തിയപ്പോൾ അവനെല്ലാവരുടെയും പരിഹാസപാത്രമായി. മറ്റുള്ളവരൊക്കെ അവനെ പരിഹസിച്ചു. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് അവന്റെ മനസ്സ് എന്നും വേദനിച്ചിരുന്നു. 8 വയസ്സ് പ്രായമുള്ളപ്പോഴേക്കും പലതവണ അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അതിലൊന്നും പെടാതെ ദൈവം അവനെ എന്നും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. 17 വയസ്സായപ്പോഴാണ് അവന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടാകുന്നത്. എനിക്ക് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയൊരു ജീവിതം തന്നു? അവൻ തന്റെ ഇല്ലായ്മകളെക്കുറിച്ച് പരാതി പറയാതെ തന്നെ അനുഗ്രഹിച്ച ഈ ലോകത്തിന്റെ മനോഹാരിത കാണാൻ കണ്ണുകളും കാതുകളും ഒക്കെ നൽകിയ ദൈവത്തെ സ്തുതിച്ചു. അവന്റെ മനോഭാവത്തിലുണ്ടായ മാറ്റം അധ്യാപകരെയും മാതാപിതാക്കളെയും ഒക്കെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. 17ാമത്തെ വയസ്സിൽ അവന്റെ സ്കൂളിലെ ഒരു തൂപ്പുകാരൻ നിക്കിനോട് ചോദിച്ചു, നിനക്കെന്തുകൊണ്ട് നിന്റെ ജീവിതത്തിലെ ഈ സന്തോഷത്തെയും നിന്റെ കുറവുകളെയും ഒക്കെ കുറിച്ച് നിന്റെ കൂട്ടുകാരോട് പങ്കുവയ്ക്കാൻ കഴിയില്ല? ആ തൂപ്പുകാരന്റെ വാക്ക് കേട്ട് ആദ്യം നിക്ക് തന്റെ ക്ലാസ്സിലുണ്ടായിരുന്ന 30 കൂട്ടുകാരോട് തന്റെ ജീവിതത്തിലെ അനുഭവം പങ്കുവച്ചു. നിക്കിന്റെ വേദനകളും അവന്റെ ദുഃഖങ്ങളുമൊക്കെ പരിഹാസത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ആ കൂട്ടുകാർക്ക് മനസ്സിലായി, ഈ കുറവുകളിലും അവൻ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ആദ്യമൊന്നും കൃത്യമായി സംസാരിക്കാനോ അവന്റെ ജീവിതത്തിന്റെ അനുഭവം പങ്കുവയ്ക്കാനോ നിക്കിന് കഴിഞ്ഞിരുന്നില്ല. പല ആവർത്തി തന്റെ കൂട്ടുകാരോട് തന്റെ അനുഭവം പങ്കുവച്ചപ്പോൾ അവർക്കെല്ലാവർക്കും നിക്കിനെക്കുറിച്ചുള്ള മനസ്സിലെ ചിന്തകളൊക്കെ മാറി. അവർ നിക്കിനോട് പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിച്ചിട്ടും കൂട്ടുകാരോടൊപ്പം കളിക്കാനും മറ്റ് സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടും ഇതുവരെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും നിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രചോദനമാണ്. നീ എന്തുകൊണ്ട് ഈ അനുഭവങ്ങളൊന്നും എല്ലാവരോടും പങ്കുവയ്ക്കാൻ തയ്യാറാവുന്നില്ല? കൂട്ടുകാരുടെ മനോഹരമായ ഈ ഉപദേശം നിക്ക് തന്റെ ജീവിതത്തിൽ സ്വീകരിച്ചു. പിന്നീട് ഒരിക്കലും അവൻ കൂട്ടുകാരോട് തന്റെ ജീവിതത്തിന്റെ വിഷമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പല വേദികളിലും അവൻ സംസാരിച്ചു. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ് നിക്ക്. ഇരു കൈകളും കാലുകളും ഇല്ലെങ്കിലും തന്റെ ജീവിതത്തിൽ അവന് പരാതികളില്ല. മാതാപിതാക്കൾ സ്നേഹം നൽകില്ല എന്ന് അവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കൂട്ടുകാരുടെ പ്രോത്സാഹനത്തെപ്പറ്റിയും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയുമാണ് ഇന്ന് അവൻ വാതോരാതെ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇരു കാലുകളും ഇരു കൈകളും ഇല്ലാതിട്ടും മനോഹരമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു ഓസ്ട്രേലിയക്കാരനാണ് നിക്ക്. നമ്മുടെ ജീവിതത്തിൽ ഈ വ്യക്തിയുടെ ജീവിതം വെല്ലുവിളിയാകണം. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ വേദനകളോ ചെറിയ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നാം എത്രമാത്രം ദൈവത്തോട് പരാതി പറയാറുണ്ട്. എല്ലാവരും ഉണ്ടായിട്ടും എനിക്കാരുമില്ല, എന്നെ പരിഗണിക്കാൻ ആളില്ല എന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോടും പ്രാർത്ഥനയുടെ വേളയിൽ പോലും പരാതി പറയാറില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തി നിക്കാണെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ദൈവം നിരവധിയായ കുറവുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കാൻ അവന് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്. ദൈവം നമ്മളെ അനാഥരായി വിടുകയില്ല എന്നുള്ള തിരുവചനത്തിന് സാക്ഷ്യമാണ് നിക്കിന്റെ ജീവിതം. നമുക്ക് കുറവുകളും ബലഹീനതകളും രോഗത്തിന്റെ അവസ്ഥകളും ഒക്കെ ഉണ്ടാകാം. എങ്കിലും നിക്കിനെ പോലെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ എന്ന് ചിന്തിക്കാം. അനാഥർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ആരും സഹായത്തിന് ഇല്ലാത്തവരാണ് അനാഥർ.
പ്രത്യേകിച്ച് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെയാണ് അനാഥരെന്ന് വിളിക്കാറുള്ളത്. നമ്മളാരും ഈ വാക്കിന്റെ അർത്ഥത്തിൽ അനാഥരല്ല. നമുക്ക് മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് നമ്മളാരും അനാഥരല്ല. എങ്കിലും ലോകത്തിൽ അനാഥരായി പലരുമുണ്ട് എന്ന് നമുക്കറിയാം. പലരുമുണ്ടെങ്കിലും ജീവിതത്തിൽ എല്ലാ സഹായത്തിനും ആളുണ്ടെങ്കിലും അനാഥരെ പോലെ ജീവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, പിതാവായ ദൈവം നമുക്ക് സംരക്ഷണമായുണ്ട് എന്ന് ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാതെ ജീവിതത്തിൽ തിരക്കിലും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളിലും ഒക്കെ മുഴുകുന്നവരാണ് നമ്മൾ. എങ്കിൽ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. ലോക സംഘടനകളുടെ 2010 കണക്കനുസരിച്ച് ചൈനയിൽ 67 ലക്ഷം അനാഥ കുട്ടികളുണ്ട്. റഷ്യയിൽ 53 ലക്ഷം അനാഥ കുട്ടികളുണ്ട്. ഏറ്റവും കൂടുതൽ അനാഥരുള്ളത് ലാറ്റിൻ അമേരിക്കയിലാണ്. 4 മില്യൺ അനാഥർ ലാറ്റിൻ അമേരിക്കയിലുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ അനാഥർക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവർ തെരുവ് കുട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത്. മാതാപിതാക്കൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും മാതാപിതാക്കളോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലാതെ തെരുവിലിറങ്ങി ജീവിക്കുന്നവരാണവർ. 4 മില്യൺ ആളുകളാണ് ലാറ്റിൻ അമേരിക്കയിൽ ഇപ്രകാരം കുടുംബങ്ങളിൽ നിന്ന് മാറി അനാഥരുടെ ഗണത്തിൽപ്പെട്ട് തെരുവിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ കണക്കുകളൊക്കെ ഒരുപക്ഷെ നമ്മുടെ മുൻപിൽ കടലാസിൽ മാത്രമായിരിക്കാം. എങ്കിലും ദൈവത്തിന്റെ മുൻപിൽ അനാഥരായി ആരുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവം നൽകുന്ന കൽപ്പനകളിലും വാഗ്ദാനങ്ങൾ ഉറച്ചു വിശ്വസിക്കാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ആരും അനാഥരല്ല. ഈശോ നൽകുന്ന ഉറപ്പ് ഇതുതന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈശോ ഇത് വെറുതെ പറഞ്ഞതല്ല എന്ന് നമുക്കറിയാം. തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ഈശോ മനസ്സിലാക്കിയപ്പോൾ ശിഷ്യന്മാരോട് അവിടുന്ന് പറഞ്ഞു, ഞാൻ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകും. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ ഞാൻ പിന്നീട് മടങ്ങി വരും. ഈശോയുടെ പ്രത്യാഗമനത്തെ, രണ്ടാമത്തെ ആഗമനത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈശോ ഇത് പറയുന്നത്. ഈശോ പിന്തിരിഞ്ഞു പോകുന്നല്ലോ, പിതാവിന്റെ സവിധത്തിലേക്ക് പോകുന്നല്ലോ എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് ആകുലത തോന്നി. അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള സാന്ത്വന വചസ്സായിട്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യാൻ വേണ്ടിയാണ് ഈശോ ഇത് പറഞ്ഞത്. നിങ്ങൾ അനാഥരാകാതിരിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 8 വാക്യത്തിൽ ഈ വാഗ്ദാനം പൂർത്തിയാക്കുന്നതായി നമുക്കറിയാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കും. പ്രിയമുള്ളവരെ, പഴയ ജീവിത അനുഭവങ്ങളൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വിവാഹത്തിന്റെ തീയതിയും ജന്മദിനങ്ങളുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് അതെല്ലാം നമ്മൾ ഓർത്ത് ആഘോഷിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണദിനങ്ങൾ നമ്മൾ ഓർത്ത് അനുസ്മരിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതുപോലെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ നിമിഷങ്ങളും വേദനയുടെ നിമിഷങ്ങളുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴുമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രത്യേകതയെക്കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷകൻ ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇവ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, സംഭവിച്ച കാര്യങ്ങളെല്ലാം യഥാർത്ഥമായി ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിൽ ഓർമ്മയായി നമ്മൾ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കാറില്ല. പരിശുദ്ധാത്മാവ്, ഈശോ അയക്കുന്ന സഹായകൻ വന്നു കഴിയുമ്പോൾ നമ്മെ മനസ്സിലാക്കാൻ സഹായിക്കും എന്ന് തിരുവചനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളെക്കുറിച്ചും ദുഃഖങ്ങളെക്കുറിച്ചുമുള്ള ഓർമ്മകളല്ല മനസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, മറിച്ച് അതിന്റെ പിറകിൽ ദൈവം നമ്മളെക്കുറിച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പദ്ധതികളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മാർച്ച് 19 ഈ വരുന്ന ശനിയാഴ്ച വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഓർമ്മ നമ്മൾ അനുസ്മരിക്കും. യൗസേപ്പിന്റെ മരണത്തിരുനാളാണ്. യൗസേപ്പ് പിതാവിനെ പോലെ തന്നെ പഴയ നിയമത്തിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് പൂർവ്വപിതാവായ ജോസഫ്. ജോസഫിന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തങ്ങളെപ്പറ്റി നമുക്കറിയാം. യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ട മകനാണ് ജോസഫ്. തന്റെ വാർദ്ധക്യത്തിലുണ്ടായ പുത്രനായതുകൊണ്ട് അവന് കൂടുതൽ വാത്സല്യവും പരിഗണനയും
മറ്റു പുത്രന്മാരെ അപേക്ഷിച്ച് യാക്കോബ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരന്മാർക്ക് ജോസഫിനോട് അസൂയയുണ്ട്. അസൂയമൂത്ത സഹോദരന്മാർ ജോസഫിനെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലിട്ടു. അവനെ കൊന്നുകളയണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അത് ചെയ്തത്. പിന്നീട് അവനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റി വിൽക്കുന്ന സംഭവവും ഈജിപ്തിൽ ഫറവോയുടെ കൊട്ടാരത്തിൽ താമസിക്കുന്നതുമൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. ജോസഫിന്റെ ജീവിതത്തിൽ ഇതെല്ലാം ദുരിതങ്ങളോ ദുരന്തങ്ങളോ ഒക്കെയാണ്. മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് ജോസഫിന് ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് തോന്നും. മനോഹരമായി സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവനായിരുന്നു ജോസഫ്. മാതാപിതാക്കളുടെ സ്നേഹവുമെല്ലാം നഷ്ടപ്പെട്ട് അനാഥനായി തീർന്നവൻ. എന്തുകൊണ്ടാണ് ദൈവം ഇവനെ അനാഥനായി വിട്ടത് എന്ന് ഒരുപക്ഷെ നമുക്കൊക്കെ തോന്നിയേക്കാം. എന്നാൽ പിന്നീട് ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവിക ഇടപെടൽ എന്താണെന്ന് നമുക്കറിയാം. അനാഥരായി തീർന്ന തന്റെ സഹോദരന്മാർക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ തന്റെ ദേശം വിട്ട് ഓടിപ്പോകേണ്ടി വന്ന, ഭക്ഷണത്തിനു വേണ്ടി അലഞ്ഞു നടക്കേണ്ടി വന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്രയമായത് ഈ ജോസഫാണ്. തന്റെ സഹോദരന്മാരാൽ അനാഥരാക്കപ്പെട്ട ജോസഫ് തന്നെയാണ് സഹോദരന്മാരുടെ വേദനയിലും ദുഃഖത്തിലും അവർക്ക് ആശ്വാസവും സഹായവുമായി മാറിയത്. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവിക പദ്ധതി. ഈശോ നൽകുന്ന വാഗ്ദാനം ഇത് തന്നെയാണ്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ അനാഥരായി ഞാൻ വിടുകയില്ല. ജീവിതത്തിൽ എന്ത് ദുരിതങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടാകട്ടെ, നിങ്ങളെ അനാഥരാക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ദൈവം ഈ വാഗ്ദാനം പൂർത്തിയാക്കുന്നതായി നമുക്കറിയാം. ഇസ്രായേൽ ജനം മോശയിലൂടെ ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞു. അവർ അനാഥരല്ല എന്ന് അടിമത്തത്തിന്റെ കാലത്ത് അവർ തിരിച്ചറിഞ്ഞു. പിന്നീട് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യമായി മേഘസ്തംഭവും അഗ്നിസ്തംഭവും അവർ അനുഭവിച്ചറിഞ്ഞു. തങ്ങൾ അനാഥരല്ല, തങ്ങളെ വഴി നടത്തുന്നത് ദൈവമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. വീണ്ടും അപ്പം നൽകിക്കൊണ്ട്, മന്ന നൽകിക്കൊണ്ട് അവരുടെ വേദനകളിലും ദുഃഖത്തിലും അവരുടെ കൂടെ വസിക്കുന്നവനായി ദൈവം. സമാഗമ കൂടാരത്തിലും വാഗ്ദാന പേടകത്തിലും ദൈവിക സാന്നിധ്യം അവർ അനുഭവിച്ചറിഞ്ഞു. ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് വന്നപ്പോഴും ദൈവത്തിന്റെ സംരക്ഷണം, അവർ അനാഥരല്ല എന്ന് പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരിലൂടെയും രാജാക്കന്മാരിലൂടെയും എല്ലാം ഇസ്രായേൽ ജനം അനുഭവിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ സംരക്ഷണവും തങ്ങൾ അനാഥരല്ല എന്നുള്ള വാക്കും ഇസ്രായേൽ ജനം പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. പാപം ചെയ്ത് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോഴെല്ലാം വീണ്ടും വീണ്ടും തന്റെ സാന്നിധ്യം ദൈവം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മളും ഇതുപോലെയാകാം. വേദനകളിലും ദുഃഖങ്ങളിലും ദൈവത്തെ നമ്മൾ മറക്കാറുണ്ട്. ദൈവത്തിനെതിരെ പരാതി പറയാറുണ്ട്. മോശയ്ക്കെതിരെ ഇസ്രായേൽ ജനം പിറുപിറുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അനാഥരാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏടുകളിൽ നിന്ന് തന്നെ നമ്മൾ അനാഥരല്ല, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാകണം. മാതാപിതാക്കളില്ലാതെ അനാഥരായിരിക്കുന്നവരെ നമ്മൾ പലപ്പോഴും സഹതാപത്തിന്റെ കണ്ണുകളിലൂടെയാണ് നോക്കാറുള്ളത്. എന്നാൽ ലോക ചരിത്രത്തിൽ വലിയ നേതാക്കന്മാർ പലരും അനാഥരായിരുന്നു. നെൽസൺ മണ്ടേലയും ആൻഡ്രൂ ജാക്സണും ലോകപ്രസിദ്ധരായ നേതാക്കളാണ്. അവര് അനാഥരായിരുന്നു. പല എഴുത്തുകാരും തങ്ങളുടെ അനാഥത്വത്തിൽ നിന്നും വേദനയിൽ നിന്നുമാണ് രചനകൾ നടത്തിയതും ചിത്രങ്ങൾ വരച്ചതുമൊക്കെ. അവരും അനാഥരാണ് എന്നുള്ള ചിന്തയോടെ നിരാശയിൽ ആണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന് അവർ സമ്മാനിച്ച ഈ വലിയ കൃതികളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വേദനകളും ദുഃഖങ്ങളുമൊക്കെ ദൈവത്തെ തിരിച്ചറിയാൻ, ദൈവത്തിന്റെ സംരക്ഷണം തിരിച്ചറിയാനുള്ള വേദികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വേദനകളും സഹനങ്ങളുമൊക്കെ ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ച് സഹിക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുന്ന കാലഘട്ടമാണ്. നമ്മുടെ വേദനകൾക്കും സഹനങ്ങൾക്കുമൊക്കെ അർത്ഥമുള്ളത് ഈശോയുടെ സഹനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. മതപീഡനമേൽക്കുന്ന വിശ്വാസ സമൂഹത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്കും ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടാൻ, വിശ്വാസത്തിൽ ഉറച്ചു നൽകാൻ പ്രതീക്ഷ നൽകുന്നത് ഒരുപക്ഷെ ഈശോയുടെ ഈ വാഗ്ദാനം തന്നെയല്ലേ? നിങ്ങൾ എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും വിശ്വാസത്തിനു വേണ്ടി
മരണം വരെ ഏൽക്കേണ്ടി വന്നാലും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ള ഈശോയുടെ ആശ്വാസവചനമാണ് വിശ്വാസ ജീവിതത്തിൽ മതപീഡനം അനുഭവിക്കുന്ന എല്ലാവർക്കും ശക്തി പകരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തെപ്പറ്റി ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം. നമ്മളാരും അനാഥരല്ല. നമ്മൾക്ക് മറ്റുള്ളവരെക്കുറിച്ച് പരാതി പറയാനോ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെക്കുറിച്ചും ഇല്ലായ്മകളെക്കുറിച്ച് പരാതി പറയാനോ ഇനി അവകാശമില്ല. കാരണം പരിശുദ്ധാത്മാവിനെ നമുക്ക് സഹായകനായി ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവത്തിന്റെ ശക്തിയായിട്ടാണ് ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ പിന്നീട് സഹായകനായും അഭിഭാഷകനായും സംരക്ഷകനുമായും ഒക്കെ വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെ യോഹന്നാൻ സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരും അനാഥരല്ല. ഈശോ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് നമ്മുടെ സഹായത്തിനാണെങ്കിൽ സഹായകനായ പരിശുദ്ധാത്മാവ് മാത്രമല്ല നമ്മുടെ അനാഥത്വത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത്. എന്നും നമ്മളോട് കൂടെയായിരിക്കാൻ ഈശോ കൂദാശയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും അനാഥരല്ല. നമ്മൾ അനാഥരല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് യോഹന്നാൻ സുവിശേഷകൻ ഈശോയുടെ കുരിശിന്റെ ചുവട്ടിലെ വിവരണത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ലോകത്തിൽ മാതാപിതാക്കളില്ലാത്തവരെയാണ് അനാഥരെന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു. മാതാപിതാക്കളില്ലാത്തവരെല്ലാം ഒരുപക്ഷെ അനാഥരായിരിക്കാം. വിശ്വാസ സമൂഹം ഒരു ക്രിസ്ത്യാനിയും അനാഥരാകാതിരിക്കാൻ വേണ്ടിയാണ് കുരിശിന്റെ ചുവട്ടിൽ വെച്ച് യോഹന്നാന് പരിശുദ്ധ അമ്മയെ ഈശോ അമ്മയായി നൽകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയെ തന്നെ നൽകിക്കൊണ്ടാണ് നമ്മുടെ അനാഥത്വം ഈശോ എടുത്തു മാറ്റിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ കുരിശിന്റെ ചുവട്ടിൽ മാത്രമല്ല, രക്ഷാകര സംഭവങ്ങളെല്ലാം അടുത്ത് അനുകരിച്ചവൾ എന്ന നിലയിൽ പരിശുദ്ധ അമ്മ ഈശോയുടെ മനസ്സറിയുന്നവളാണ്. അവിടുത്തെ പുത്രന്റെ ഹിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണെന്ന് പറഞ്ഞു തരാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും. പരിശുദ്ധ അമ്മയുള്ളിടത്തോളം കാലം നമ്മളാരും അനാഥരല്ല. അതുപോലെ തന്നെ എന്നും നമ്മുടെ കൂടെ വസിക്കാൻ പഴയ നിയമത്തിൽ മേഘസ്തംഭമായും അഗ്നിസ്തംഭവുമായും ഇസ്രായേൽ ജനത്തിന്റെ കൂടെ വസിച്ച ഈശോയുടെ സാന്നിധ്യം തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നമുക്കുള്ളത്. ഭക്ഷണമില്ലാത്തവരോ ആളുകൾ സഹായത്തിനില്ലാത്തവരോ അനാഥരാണെങ്കിൽ നമ്മൾ ഇനി അനാഥരല്ല. കാരണം നമുക്ക് ആത്മീയ ഭക്ഷണമായി പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോ നമുക്കുണ്ട്. ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരും അനാഥരല്ല. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ആത്മാക്കളുടെയും പരിശുദ്ധാത്മാവിന്റെയും സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും അനാഥരല്ല. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ സംരക്ഷകനും സഹായകനുമായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ഈശോയുടെ ഈ വാക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമായി ഈശോ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ എന്നും സഹായകനും സംരക്ഷകനുമായി സ്വീകരിക്കാം. ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനും ലോകം മുഴുവനുമുള്ള വിശ്വാസികൾക്കും ഈശോയെ അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സഹായമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി തിരിച്ചറിയാനുമുള്ള അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന് സഹായവും സംരക്ഷണവുമാകുന്നത് പോലെ തന്നെ ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെയും ഒക്കെ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. നമുക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അനാഥരല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ഈ സന്ദേശം പങ്കുവെച്ചുകൊണ്ടും ഈശോയുടെ സംരക്ഷണം അനുഭവിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.